തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപമാണ് നമുക്കിത് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 1760 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കഴക്കൂട്ടം ചന്തവളയിലാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ ചന്തവള നമ്മുടെ കഴക്കൂട്ടം NH നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സെൻറ്റ് തോമസ് കോളേജൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ വലത്തോട്ട് പാറയ്ക്ക് ലക്ഷ്യമൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാൻ സാധിക്കും. ആ റോഡിനകത്ത് കയറി ഏകദേശം ഒരു 400 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ആ റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ റൈറ്റിലേക്ക് തിരിയുക, വീണ്ടും കുറച്ച് വന്നാൽ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ അതായത് ഇതുപോലൊരു ഇൻ്റർലോക്കിട്ട വഴി കയറി വരും. ഇതിനകത്ത് ഫുള്ള് വീടുകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റ പ്രോപ്പർട്ടി മാത്രമേ വീടാവാണ്ടുള്ളൂ. ബാക്കി എല്ലാ പ്ലോട്ടുകളിലും ഇതുപോലെ നല്ല നല്ല വീടുകളുള്ള മിക്കവാറും എല്ലാം ടെക്കീസ് താമസിക്കുന്ന ഒരു ലൊക്കേഷനാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് ടെക്നോ പാർക്കിൻ്റെ ഫേസുകളിലേക്ക് ഈസി ആക്സസ് ആണ്. കിൻഫ്ര പാർക്കൊക്കെ ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ നമുക്ക് NHലേക്ക് കയറാൻ ഏകദേശം 2.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ആ രീതിയിലുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. നമുക്കിതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചുറ്റുവട്ടമുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് 2 കാറുകൾ ബാക്ക് ടു ബാക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. ആ ഭാഗത്തായിട്ട് നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇനി അതല്ല ഒരു ചെറിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തും കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ. ആ രീതിയിൽ വീടിൻ്റെ മുൻവശത്ത് നല്ലതുപോലെ സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ വീടിനകത്തുള്ള ഫ്ലോറിംഗ് വർക്ക് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോഴത്തെ പുതിയ വീടുകളിൽ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ടൈൽസാണ് ഇടുന്നത്. ഇതിലാണെങ്കിൽ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാ ഈ കാണുന്ന പോലെ മുൻവശം നോക്കിയേ, നമുക്ക് ഈ ഡോറെല്ലാം വന്നിട്ട് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും. ഈ ഭാഗത്ത് TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലൊരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കോമൺ സ്പേസ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. കിച്ചൺ ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് നമ്മുടെ കിച്ചണിൽ കാണാൻ സാധിക്കും. ഇവിടെയായിട്ട് നമുക്ക് വർക്ക് ഏരിയ വരും. വർക്ക് ഏരിയയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ്. നമുക്കിതിൻ്റെ താഴേക്ക് നോക്കിയാൽ നല്ലതുപോലെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് തന്നെ വരുന്നുണ്ടാവും. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന റൂമാണ്. ഇതിനകത്ത് റാക്ക് സെറാമിക്സിൻ്റെ കമോഡാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നമുക്ക് സാനിറ്ററി വെയേഴ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ നല്ല വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. നമുക്ക് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം കാണാം. ഇത് സെയിം ലേ ഔട്ടാണ് കേട്ടോ. അതിനകത്ത് കണ്ടതുപോലെ തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്താണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അതുപോലെ ഈ ഒരു കോമൺ സ്പേസിൽ തന്നെ വാഷിംഗ് മെഷീനെല്ലാം വെക്കാനുള്ള സൗകര്യം ഈ ഒരു കോർണറിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരും. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും. ഈ ഒരു ഓപ്പൺ ടെറസ് ശരിക്കും നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്കാണ് ഫേസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ബാൽക്കണി പോലെ ഉപയോഗപ്പെടുത്താവുന്ന സ്പേസാണ്. ഇവിടെ പൂർണ്ണമായിട്ട് ടൈൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രിയും വരും. ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. നമുക്ക് ഈ ടെക്നോ പാർക്കിലൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വന്നു പോകാവുന്ന ലൊക്കേഷനാണ്. നമുക്ക് ടെക്നോ പാർക്കിന് അവിടെ നിന്ന് ഏകദേശം ഒരു 6-6.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ ആ ഡിസ്റ്റൻസ് തോന്നത്തില്ല കേട്ടോ. കാരണം നമുക്ക് NH വഴി വന്ന് പിന്നെ NHൽ നിന്ന് പോത്തങ്കോട് റോഡിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാം നല്ല വൈഡ് റോഡാണ്. നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 400 മീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. ഉദ്ദേശിക്കുന്ന വില 1,05,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്.